ഇതൊരു വ്യാപാരിയുടെ മാത്രം പ്രശ്നമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം പ്രശ്നമല്ല, 140 കോടി ജനങ്ങളുടെ പ്രശ്നമാണ്. അതുകൊണ്ട് ഈ സംവിധാനം പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ജനങ്ങളുടെ ആശങ്ക കേൾക്കണം. UPI ഡിജിറ്റൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നാണ്. പണമിടപാടുകൾ ഇനി എളുപ്പം. ബാങ്കിൽ ക്യൂ നിൽക്കേണ്ട, ATM കൗണ്ടറിന് മുന്നിൽ കാത്തിരിക്കേണ്ട, UPI സൗജന്യമാണ് എന്ന് പറഞ്ഞാണ് നമ്മളെ ഡിജിറ്റൽ പോയിന്റിലേക്ക് കൊണ്ടുവന്നത്. നമ്മളും അത് സ്വീകരിച്ചു. ഇന്ന് ചെറിയ ചായക്കട മുതൽ വലിയ ഷോപ്പിംഗ് മാൾ വരെ പണം കയ്യിൽ കരുതാതെ ഒരു മൊബൈൽ ഫോൺ എടുത്ത് സ്കാൻ ചെയ്ത് പണം നൽകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തി. പക്ഷേ ഇനി ഈ ഡിജിറ്റൽ പേയ്മെന്റ് MDR എന്ന പേരിൽ വ്യാപാരികളിൽ നിന്ന് ചാർജ് ഈടാക്കാൻ തുടങ്ങിയാൽ ആ ചാർജ് വ്യാപാരി സ്വന്തം ലാഭത്തിൽ നിന്ന് വഹിക്കുമോ, അല്ലെങ്കിൽ സാധനങ്ങളുടെ വിലയിൽ അത് കൂട്ടിച്ചേർക്കുമോ? സ്വാഭാവികമായും ഈ വ്യാപാരിക്ക് വരുന്ന അധിക ചെലവ് വിലയിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത ഏറെയുണ്ട്. അപ്പോൾ ചിലവ് ആരാണ് വഹിക്കുന്നത്? അവസാനം അത് ഉപഭോക്താവ് തന്നെ. നമ്മൾ ബാങ്കിൽ ക്യൂ നിൽക്കേണ്ടതില്ലെന്ന് പറഞ്ഞ് ഡിജിറ്റൽ പേയ്മെന്റിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. ATM കൗണ്ടറിന് മുന്നിൽ നിൽക്കേണ്ടതില്ലെന്ന് പറഞ്ഞ് പണം കയ്യിൽ കൊണ്ട് നടക്കേണ്ടതില്ലെന്നും പറഞ്ഞു. ഇതെല്ലാം സൗജന്യമാണ് എന്ന് വിശ്വാസത്തിൽ ജനങ്ങൾ ഈ സംവിധാനത്തെ പൂർണ്ണമായും സ്വീകരിച്ചു. ഇന്ന് കോടിക്കണക്കിന് ഇടപാടുകൾ UPI വഴി നടക്കുന്നു. നാളെ ഈ സംവിധാനത്തിന്റെ ചെലവ് വ്യാപാരികളുടെ ഈടാക്കുമ്പോൾ അത് സാധനങ്ങളുടെ വിലയിൽ പ്രതിഫലിച്ചാൽ അവസാനം ഈ ഭാരം വീണ്ടും പൊതുജനങ്ങളുടെ ചുമലിലാകും. ഡിജിറ്റൽ ഇന്ത്യ വേണം, ഡിജിറ്റൽ പേയ്മെന്റും വേണം. പക്ഷെ ജനങ്ങളെ സൗജന്യ സംവിധാനത്തിലേക്ക് കൊണ്ടുവന്ന് പിന്നീട് അതിന്റെ ചെലവ് പരോക്ഷമായി ജനങ്ങളുടെ മേൽ തന്നെ ഏൽപ്പിക്കുന്നത് ശരിയായ മാതൃകയാണോ? UPI സൗകര്യം ഉപയോഗിക്കുന്ന ജനങ്ങൾ അതിനുള്ള വില വീണ്ടും മറ്റൊരു വഴിയിലൂടെ നൽകേണ്ടി വരുമോ? ഉത്തരം പറയേണ്ടത് കേന്ദ്ര സർക്കാരാണ്. ഇത് ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ്? ഒരു പേപ്പർ ലീക്കിന്റെ വിഷയത്തിൽ പോലും യുവാക്കളും വിദ്യാർത്ഥികളും ജനങ്ങളും തെരുവിലിറങ്ങി പ്രതിഷേധിക്കേണ്ടി വന്നു. അവരുടെ ആവശ്യം ന്യായമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ സർക്കാരിന് അത് അംഗീകരിക്കേണ്ടി വന്നു. പക്ഷേ 140 കോടി ജനങ്ങളെ നേരിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള ഒരു സാമ്പത്തിക വിഷയത്തെ സർക്കാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതിനും ജനങ്ങൾ തെരുവിലിറങ്ങേണ്ടി വരുമോ? ഓരോ വീട്ടിലെയും അടുക്കളയെയും ഓരോ വ്യാപാരിയെയും ഓരോ സാധാരണക്കാരനെയും ദൈനംദിന ജീവിതത്തെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു തീരുമാനത്തിന് ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാകുന്നതുവരെ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? ജനങ്ങൾ തെളിവിറങ്ങുന്നതിന് മുമ്പ് അവരുടെ ആശങ്ക മനസ്സിലാക്കുക എന്നത് ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ലേ? UPI എന്ന സംവിധാനത്തിൽ ജനങ്ങൾക്കുണ്ടായ വിശ്വാസം നിലനിർത്തുന്നതും സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഡിജിറ്റൽ ഇന്ത്യ വേണം, UPI വേണം. പക്ഷേ ജനങ്ങൾക്ക് സൗകര്യം നൽകിയ സംവിധാനത്തിന്റെ അധിക ഭാരം വീണ്ടും ജനങ്ങളുടെ ചുമലിൽ തന്നെ വന്നെത്തുന്ന സാഹചര്യം ഉണ്ടാകരുത്. ഇതൊരു വ്യാപാരിയുടെ മാത്രം പ്രശ്നമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം പ്രശ്നമല്ല, 140 കോടി ജനങ്ങളുടെ പ്രശ്നമാണ്. അതുകൊണ്ട് ഈ സംവിധാനം പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ജനങ്ങളുടെ ആശങ്ക കേൾക്കണം. ജനങ്ങൾ തെരുവിലിറങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുന്നതിന് മുമ്പ് സർക്കാർ തന്നെ പരിഹാരം കണ്ടെത്തണം. കാരണം ജനങ്ങളുടെ ശബ്ദം കേൾക്കുക എന്നത് ഒരു സർക്കാരിന്റെ ബാധ്യത മാത്രമല്ല, ജനങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കുക എന്നത് ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ന്യൂസ് ഡെസ്ക് വിദ്യാവിഷൻ.